ബേലൂർ മക്നയെ പിടികൂടാൻ ശ്രമം തുടരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? ഈ മാനന്തവാടിയിലെ ആളെ കൊല്ലി കാട്ടാന ബേലൂർ മക്നയെ പിടികൂടാനുള്ള ദൗത്യം ഇന്ന് 9 മണിയോടെ ആരംഭിക്കും എന്നാണ് അറിയുന്നത്. ആന മണ്ണുണ്ടി വനമേഖലയിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ വനംവകുപ്പിന് ലഭിക്കുന്ന സൂചന. തിരുനെല്ലി പഞ്ചായത്തിലും മാനന്തവാടി നഗരസഭയിലെ 4 ഡിവിഷനുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മണ്ണുണ്ടി കോളനിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. ദൗത്യത്തെക്കുറിച്ചാണ് സുർജിത്ത് നമ്മോട് സംസാരിക്കുന്നത്. അതുപോലെ ബാവലിയിൽ നിന്ന് ഈ നാട്ടുകാരുടെ പ്രതിഷേധത്തെക്കുറിച്ചും അതുപോലെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ അരുൺ പാറയ്ക്കലും നമുക്കൊപ്പം ചേരും. ആദ്യം സുർജിത്ത് അയ്യപ്പത്തിലേക്ക്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. ആൻഡ് അരുൺ, ഗുഡ് മോർണിംഗ്. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഈ മാനന്തവാടിയിൽ ഉണ്ടായ സംഭവം നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നു. എന്നാൽ ഈ കണ്ട മാത്രയെ അക്രമകാരിയായ ഒരു കാട്ടാനയെ വെടിവെച്ച് കൊല്ലാൻ സർക്കാരിന് അനുവാദമില്ല, അധികാരമില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു കേന്ദ്ര നിയമമാണ്. കേന്ദ്രത്തിന് മാത്രമേ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. എന്നാൽ സമ്മർദ്ദം നമുക്ക് തീർച്ചയായിട്ടും ചെലുത്താൻ കഴിയും. എന്തൊക്കെയാണ് ഇന്ന് ദൗത്യ സേനയുടെ സൂചന? കാര്യം ജനങ്ങളാകെ പ്രക്ഷുബ്ധരാണല്ലോ. വിവരങ്ങൾ. SKN ഈ വനം വകുപ്പിന്റെ മുമ്പിലുള്ള ഒറ്റ അജണ്ടയേ ഉള്ളൂ, അത് മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ പോലും ഒരു പടക്കം പോലും പൊട്ടിച്ച് ഈ കാട്ടാനെ തുരത്താനുള്ള ദൗത്യം വനംവകുപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തന്നെ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ആന പല ഘട്ടങ്ങളിലും അത് മാറുന്ന വേഗത്തിൽ ഓടുകയും പല ഘട്ടങ്ങളിലും ഈ മയക്കുവെടിക്ക് മുന്നിൽ നിന്ന് മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. RRT സംഘം ഇന്ന് രാവിലെ തന്നെ എത്തും. ഇത് മൂടൽമഞ്ഞുള്ള കാടാണ്. അതായത് ഈ വയനാട് വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി റേഞ്ചിന് കീഴിൽ വരുന്ന ബാവലി സെക്ഷന് കീഴിലാണ് ഈ മണ്ണുണ്ടി എന്ന് പറയുന്ന ഈ പ്രദേശം. ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണുണ്ടി കോളനിയിലാണ്. ഈ കോളനിയുടെ ഏതാണ്ട് ഉൾവശത്തായി ഇന്നലെ തന്നെ നിന്നിരുന്ന ആ മേഖലയിൽ നിന്ന് അധികം ഈ ആന മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ റേഡിയോ കോളറിൽ നിന്നും ലഭിച്ച സിഗ്നൽ അനുസരിച്ചുള്ള വിവരം ലഭ്യമായിരിക്കുന്നത്. എന്തായാലും അതിനെ കുറെ കൂടി ട്രാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ ട്രാക്ക് ചെയ്തതിനു ശേഷം കൃത്യമായ രീതിയിൽ തന്നെ ഇന്ന് തന്നെ രാവിലെ തന്നെ ഡാർട്ടിംഗ് നടപ്പാക്കുക എന്നുള്ള തരത്തിലുള്ള ഇടപെടലാണ് നടക്കുന്നത്. ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഈ ഇല്ലിക്കാടുകളും മറ്റും നിറഞ്ഞ ഒരു ഭൂമിശാസ്ത്രമുള്ള പ്രദേശമാണിത്. അതാണ് ഈ ദൗത്യത്തിന് ഏറ്റവും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നത്. നേരത്തെ തണ്ണീർക്കൊമ്പിനൊക്കെ നഗരത്തിന്റെ നഗരത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ അതിനെ കാണാവുന്ന തരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം അങ്ങനത്തെ ഒരു ഭൂമിശാസ്ത്രമല്ല. മുൾക്കാടുകൾ ഉൾപ്പെടെ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ വനമേഖല. അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യത്തെ അത് സാരമായി ബാധിക്കുന്ന കാര്യവും എന്നുള്ളതാണ്. എന്തായാലും മണ്ണാർക്കാട് നിന്ന് ഒരു സംഘം വരുന്നുണ്ട്, RRT. അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ നിന്ന് മറ്റൊരു സംഘം കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത്തരത്തിൽ 250ഓളം ഉദ്യോഗസ്ഥരെ എത്തിച്ചുകൊണ്ടുള്ള ഒരു തീവ്രമായ ഒരു പ്രവർത്തനം ഇന്ന് രാവിലെ തന്നെ ആരംഭിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇന്നലെ രാത്രിയിൽ ഉറക്കമിളച്ചിരുന്നു കൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ജാഗ്രത പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇനിയൊരു മരണം കൂടി ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ ഇനിയൊരു അപകടം കൂടി ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഈ മേഖലയിലുള്ള ആളുകൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് നൽകിയിരുന്നു. ഇനിയൊരു അപകടത്തിലേക്ക് ഈ ആന മൂലം പോകരുത്, കാരണം ഇതൊരു അപകടകാരിയായ ആനയാണ്, മോഴയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അപകടകാരിയാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം വന്നിരുന്നു. ഇതിന്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മയക്കുവെടി വെക്കുക എന്നുള്ള ഏക അജണ്ടയിലേക്ക് വനംവകുപ്പ് എത്തുന്നത്. ഈ പ്രദേശത്തുള്ള ഒരാളാണ് ഇദ്ദേഹം, ഈ കോളനിയിൽ ജീവിക്കുന്ന ആളാണ്. ഇവിടെ ആനശല്യം സ്ഥിരമുള്ള മേഖലയാണ്. ഇന്നലെ എങ്ങനെയായിരുന്നു സ്ഥിതി? എല്ലാവരും സഹകരണം ഉണ്ടായിരുന്നു. പോലീസ് സഹകരണം ഉണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെന്റ് സഹകരണം ഉണ്ടായിരുന്നു, പെട്രോളിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം നൽകിയിരുന്നു? ഉണ്ടായിരുന്നു, പുറത്തിറങ്ങേണ്ട അങ്ങനെയൊക്കെ നിർദ്ദേശം തന്നിരുന്നു. കുഴപ്പമില്ല. ഈ ആന നേരത്തെ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? നമ്മളെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, ഇതുമായിട്ട് ഇല്ല, ശ്രദ്ധയിൽ പെട്ടിട്ടില്ല.
എന്തായാലും ഇവർക്കെല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് നൽകിയിരുന്നു. അത്തരത്തിലുള്ള ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മണ്ണുണ്ടി കോളനിയുടെ ഈ ഏതാണ്ട് അടുത്ത് തന്നെ അവർ ക്യാമ്പ് ചെയ്യുന്ന ഒരു സമീപനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസ് സംവിധാനവും എല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത്. വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഈ RRT സംഘവും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ മേഖലയിലെല്ലാം തന്നെ ഇന്നലെ രാത്രിയിൽ ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള തരത്തിലുള്ള ജാഗ്രതാ പ്രവർത്തനത്തിലേക്ക് എത്തിയതാണ്. കൃത്യമായ രീതിയിൽ ഇനിയൊരു അപകടം സംഭവിക്കരുത് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ദൗത്യത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്ത്. എന്തായാലും ഒറ്റ അജണ്ട, അത് മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് കർണാടകയോട് ചേർന്ന, അതായത് നാഗർഹോളെ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ പ്രദേശം ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ മാത്രം അപ്പുറത്താണ്. പക്ഷേ കർണാടക പരിധിയിലേക്ക് ആന ഇതുവരെ കടന്നിട്ടില്ല. കേരളത്തിന്റെ പരിധിയിൽ തന്നെയാണ്. ആനയെ സുഗമമായ രീതിയിൽ തന്നെ ഒരു കൃത്യമായ ഒരു ഉചിതമായ സമയം, സന്ദർഭം ഇതെല്ലാം കണക്കാക്കിക്കൊണ്ട് തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ള ഉദ്ദേശത്തിലേക്കാണ് വനംവകുപ്പ് എത്തുന്നത്. ആ ഒരു ദൗത്യത്തിലേക്ക് അവർ കടക്കും. ഏറ്റവും ഒടുവിൽ വന്ന സിഗ്നൽ വിവരങ്ങൾ അനുസരിച്ച് ആന ഇവിടെ തന്നെ ഈ മേഖലയിൽ തന്നെ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അധിക ദൂരത്തേക്ക് മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ മയക്കുവെടി ഉതിർക്കുക എന്നുള്ള ആ ഒരു തരത്തിലേക്ക് തന്നെയാണ് വനംവകുപ്പ് പോകുന്നത്. RRT സംഘം 9 മണിയോടുകൂടി ഇവിടേക്ക് എത്തുമെന്നുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. എന്തായാലും ഇവരൊക്കെ വാച്ചർമാരാണ്. അവരെല്ലാം തന്നെ ഈ വനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മോണിറ്ററിങ്ങിന് വേണ്ടി പോയതാണ്. അവർ മടങ്ങി എത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സദാ ജാഗരൂകരായി തന്നെ ഇവിടെ ഉണ്ട്. ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് ഇന്ന് പക്ഷേ 9 മണിയോടുകൂടി അത്തരത്തിൽ മൂടൽമഞ്ഞ് താഴുന്ന ഘട്ടത്തിൽ കടക്കാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. SKN. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി ബാവലിയിൽ നിന്ന് അരുൺ പാറയ്ക്കൽ നമുക്കൊപ്പം ചേർന്നു. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശികമായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ് എന്നും കൂടി അരുൺ പാറയ്ക്കൽ റിപ്പോർട്ട് ചെയ്യുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എവിടെയാണ് അവധി പ്രഖ്യാപിച്ചത്? അതിനൊരു ക്ലാരിറ്റി പറഞ്ഞാൽ നന്നായി. SKN ഇന്നിപ്പോൾ മാനന്തവാടിയിലെയും തിരുനെല്ലി പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്. തിരുനെല്ലി പഞ്ചായത്തിൽ പൂർണ്ണമായും മാനന്തവാടിയിൽ 4 ഡിവിഷനുകളിലുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രധാനമായും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായ ജനങ്ങളുടെ പ്രതിഷേധം ഇന്നിപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വനംവകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ബാവലിയിലാണ്. ഇവിടെ DFOയെ തടയുന്ന കാഴ്ചയൊക്കെ ഇന്നലെ ഏകദേശം ഒരു 3 മണി മുതൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കളമൊരുങ്ങുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, ഈ മണ്ണുണ്ടി കോളനിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 8 മണി വരെ അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ജനങ്ങളൊന്നടങ്കം അവരെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയം തന്നെ അവരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനും ഈ പ്രതിഷേധത്തിന് ഒരു അയവ് വരുത്തുന്നതിനും വേണ്ടി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ മൂടൽമഞ്ഞ് ഒന്ന് അയഞ്ഞു കഴിഞ്ഞാൽ ഈ ദൗത്യസംഘം അതിൻ്റെ ദൗത്യം ആരംഭിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാവലിയിലാണ്. ബാവലിയിൽ 4 കുങ്കിയാനകൾ, കേരളത്തിലെ 4 കുങ്കിയാനകളുണ്ട്. നമുക്ക് തൊട്ടുപുറകിൽ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് കോന്നി സുരേന്ദ്രനാണ്. തൊട്ടിപ്പുറത്ത് വിക്രം, ഭരത്, സൂര്യ എന്നിങ്ങനെ 3 കുങ്കിയാനകൾ കൂടിയുണ്ട്. അങ്ങനെ 4 കുങ്കിയാനകളാണ് ഇപ്പോൾ ബാവലിയിലുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഒരു അയവ് വന്നിരിക്കുന്നു എന്നതാണ്. ഇനിയിപ്പോൾ RRT സംഘം അതിൻ്റെ ദൗത്യം ആരംഭിക്കാനുള്ള അതീവ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് ഉച്ചയോടുകൂടി ഏകദേശം ഈ ആനയെ, അതായത് ആളെക്കൊല്ലി കാട്ടാനയെ, ചാലിഗദ്ദയിലെ പടമലയിലെ 46 വയസ്സുകാരൻ അജീഷിനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് ഈ ജനങ്ങളുടെ ഒരു ഭീതി അകറ്റാനുള്ള ഒരു ശ്രമമാണിപ്പോൾ വനം വകുപ്പ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. SKN. ഓക്കെ, താങ്ക് യു. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. സുർജിത്ത് അയ്യപ്പനും അരുൺ പാറയ്ക്കലും ഈ ദൗത്യസംഘം തമ്പടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ തുടരും. അവർ കൃത്യമായ റിപ്പോർട്ടുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. എന്തായാലും ദൗത്യസംഘത്തിന് ഈ കാട്ടാനയെ, ഈ മൃഗീയമായ ആൾക്കാരെ കൊലപ്പെടുന്ന ഈ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടിക്കുക എന്നുള്ള ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് ദൗത്യം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രാദേശികമായി ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം അവധിയും കൊടുത്തിട്ടുണ്ട്. അവധിയുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ടിക്കർ എന്ന് പറയുന്ന സാങ്കേതിക പേരിൽ വിളിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിക്കും.